ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ നോക്കുന്നതിനോടൊപ്പം ശരിയായ രീതിയിൽ നമുക്ക് എങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം, ആ ട്രെൻഡ് ലൈനിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ട്രെൻഡ് ലൈൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഫേക്ക് ട്രേഡുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അതുപോലെ കുറേ അധികം ട്രേഡുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ സാധാരണ ഓരോരുത്തർ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കിയായിരിക്കും മാർക്ക് ചെയ്യുന്നത് കൂടുതൽ വരും. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പം അവസാനത്തെ ലോകൾ മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ ലോയിൽ വരുമ്പോൾ ട്രേഡ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ലോയിൽ വരാതെ മാർക്കറ്റ് പോകുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും, അതാണ് ട്രെൻഡ് ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ട്രെൻഡായിട്ട് പോകുമ്പോൾ എങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം എന്നതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ചാർട്ടിൽ നോക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇപ്പോൾ ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ തന്നെ നോക്കാം. ഫസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് താഴെ ഒരു ലോ കിട്ടി. അതുപോലെ ഇങ്ങനെ ഈക്വലായിട്ട് ലോ വെച്ച് ഈക്വലായിട്ട് ഹൈ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഹൊറിസോണ്ടലായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ എന്തായാലും വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഹൈ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ലോയും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഈക്വലായിട്ട് ലോയിലോ ഹൈയിലോ ഒന്നും വരുന്നില്ല. ഈക്വലായിട്ട് ലോയിൽ വരാതെ ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോ വെച്ചു, ഒരു ഹൈ വെച്ചു, തിരിച്ച് നേരത്തെയുള്ള ലോയിൽ വരാതെ വീണ്ടും പുതിയ ഹൈ വെച്ചു, നേരത്തെയുള്ള ലോയിൽ വരാതെ വീണ്ടും ഹൈക്ക് പോവുക. അപ്പോൾ നമുക്കൊരു 2 പോയിൻ്റ് താഴെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? നേരെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. താഴെ നിന്നും മുകളിലേക്ക് നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുക. ഒരു 2 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? ഇവിടെ ആയിരുന്നു അവസാനത്തെ ലോ, അടുത്ത ലോ ഇവിടെ. അപ്പോൾ 2 പോയിൻ്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 3ാമത്തെ പോയിന്റിൽ നിന്ന് നമുക്കൊരു ബൈ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ട്രെൻഡ് ലൈനെ എക്സാക്റ്റ് തൊട്ടിട്ട് പോകാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് പോകാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ടും തിരിച്ച് കയറിപ്പോകാം. ഇതായിരിക്കും ആ ഒരു ട്രെൻഡ് ലൈൻ്റെ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയൊക്കെയായാലും ട്രെൻഡ് ലൈനിൻ്റെ തൊട്ടടുത്ത് വരുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യുക ട്രേഡ് എടുക്കാനായിട്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും റിജക്ഷൻ ക്യാൻഡിലുകൾ കാണുകയാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. നമ്മളല്ലാതെ തന്നെ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എൻട്രി എടുക്കുന്ന സെറ്റപ്പുകൾ. അപ്പോൾ അതേ രീതിയിലുള്ള എൻട്രി സെറ്റപ്പുകൾ വരികയാണെങ്കിൽ അങ്ങനെ നോക്കാം. എന്തോ ആയാലും ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ 2 പോയിൻ്റ് നമുക്ക് ഇതേ കണക്ക് കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക. 3ാമത്തെ ടച്ച് 1 പോയിൻ്റ് 2 പോയിൻ്റ് 3ാമത്തെ പോയിൻ്റ് കിട്ടുമ്പോൾ ബൈ എടുക്കുക. ഓക്കെ, പിന്നെയും ഇതിനിപ്പം വീണ്ടും ഇത് തിരിച്ചു വരികയാണെങ്കിൽ വരികയാണെങ്കിൽ എവിടം വരെ വരാം? ഒരു പക്ഷേ ഈ ട്രെൻഡ് ലൈൻ്റെ ഈ ഒരു ലോ വരെ വരാം. ഈ ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇത് ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഈ ട്രെൻഡ് ലൈനെ ഒരുപാട് തവണ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ ബ്രേക്കും ചെയ്യാം. പുതിയ ഹൈ വെക്കാതെ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്കും ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? തിരിച്ച് പുതിയ ഹൈ വെക്കാതെ ആ ട്രെൻഡ് ലൈൻ്റെ ആ ഒരു ഏരിയനെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരാം. അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നമുക്ക് മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിൻ്റ് ആദ്യം കിട്ടി 3ാമത്തെ പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ 4ാമത്തതും എടുക്കുന്നത് തെറ്റൊന്നുമില്ല. അതിൽ കൂടുതലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് അലേർട്ടായിട്ട് ഇരുന്നിട്ട് വേണം, നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പം ഈ ഒന്നുകിൽ അവസാനത്തെ ഈ ഒരു ലോ റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പോൾ ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്ത് നിന്നൊക്കെ ഇപ്പം ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു എങ്കിൽ ചിലപ്പോൾ ട്രെൻഡ് ലൈൻ്റെ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോയിട്ട് അവിടെ നിന്നും തിരിച്ചു വരാം. ഇതേ രീതിയിലായിരിക്കും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ വർക്കൗട്ട് ആവുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ഹയർ ഹൈ ഹയർ ലോയിൽ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ഹൈ ലോവർ ലോയിൽ വരുമ്പോൾ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ ഇതേ രീതിയിലായിരിക്കും എപ്പോഴും വരുന്നത്. മുകളിൽ നിന്ന് താഴെ വന്നു, കയറാൻ നോക്കി, പുതിയ നേരത്തെ ഹൈക്ക് പോകാതെ അതിന് മുമ്പായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലാണ് നമുക്ക് 2 പോയിൻ്റ് കിട്ടി ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാർക്കറ്റ് പുതിയ ഹൈ വെക്കാതെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 പോയിൻ്റ് കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു പോയിൻ്റ് ഈ ഒരു 2 പോയിൻ്റ് കിട്ടിയാൽ മതി. ഈ ട്രെൻഡ് ലൈനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങ് വിട്ടേക്കുക.
ഓക്കെ, അപ്പോൾ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 2 മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ഉറപ്പായിട്ട് ട്രേഡ് എടുക്കാൻ മിസ് ചെയ്യരുത്. അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം നമ്മൾ പറഞ്ഞ കണക്ക്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ നേരത്തെ തൊട്ടിട്ട് വരാം, അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് വരാം, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതിപ്പം തൊട്ടടുത്ത് നിന്നാണ്, ട്രെയിൽ ലൈൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് വേണമെങ്കിലും തിരിയാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റഡി നോക്കേണ്ടുന്നത് ട്രെയിൽ ലൈൻ്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇങ്ങനെ വരാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ട്രെയിൽ ലൈനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ട് തിരിച്ച് താഴത്ത് വരാം, അല്ലെങ്കിൽ ട്രെയിൽ ലൈനെ തൊട്ടിട്ട് വരാം. ഓക്കെ, ഈ 3 രീതിയിലായിരിക്കും ട്രെയിൽ ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ റെസിസ്റ്റൻസ് എടുക്കാം എന്നുള്ളത്. ഈ താഴത്തോട്ട് വരുമ്പോൾ സപ്പോർട്ട് ഏരിയയിലും ഇതേ കണക്ക് തന്നെ. അപ്പോൾ തൊട്ടടുത്ത് വരുമ്പോഴേ നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം ട്രെയിൽ ലൈൻ്റെ ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ബേസിക്കായിട്ട് ഞാനിപ്പം ചാർട്ടിലല്ലാതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഈ വീഡിയോ കാണുക. അതിന് നമുക്ക് ചാർട്ടിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൽ ലൈൻ്റെ ഒരു സ്റ്റഡി പറയാൻ വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ വേറെ പല സ്റ്റഡികളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പെയ്യനെ ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ താഴെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 അവർ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഏത് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലിയിലോ ഡെയിലിയിലോ ഒക്കെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യാം. നമുക്കെന്താണ്, ഇതിപ്പം ഇവിടുന്ന് ഒരു ലോ വെച്ച് മാർക്കറ്റ് മോളി വരെ പോയി തിരിച്ച് താഴത്ത് വന്നപ്പോൾ ഈ ലോയിൽ വന്നില്ല, അതിന് മുകളിലാണ് ഒരു ലോ വെച്ച്, എന്നിട്ട് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പുതിയൊരു കൈ വെച്ച്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് ഒരു 2 പോയിന്റ് കിട്ടി, ഈ ഒരു ലോയും ഈ ഒരു ലോയും. അപ്പോൾ ഈ ഒരു ആ ഒരു 2 പോയിന്റ് തമ്മിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്തങ്ങ് വിടുക. ഈ ഒരു ട്രെൻഡിനെ കണക്ട് ചെയ്തങ്ങ് വിടുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വിടുമ്പോൾ നമുക്ക് കൂടുതൽ ടച്ച് കിട്ടിയാൽ മതി. ഓക്കെ, കൂടുതൽ ടച്ചസ് കിട്ടണം. അങ്ങനെയായിരിക്കണം നമ്മളെപ്പോഴും ട്രെയിൽ ലൈൻ പഠിക്കണം. നമുക്ക് ഈ ഒരു പോയിന്റും കിട്ടി, ഈ ഒരു പോയിന്റും കിട്ടി. മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു ട്രെയിൽ ലൈൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? എക്സാക്റ്റ് ആ ട്രെയിൽ ലൈനെ താഴത്ത് വന്നില്ല. ആ ട്രെയിൽ ലൈനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ട് തിരിച്ച് വീണ്ടും കയറി, വീണ്ടും അതേ ട്രെയിൽ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത്, വീണ്ടും അതേ ട്രെയിൽ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത്, ഇങ്ങനെയാണ് അത് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നടന്നൊരു കാര്യം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മേളിലും മാർക്ക് ചെയ്യാം ഈ ട്രെയിൽ ലൈൻ. അതായത് ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല രീതിയിൽ ചാർട്ടിനെ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നല്ല ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഹയർ ഹൈ ഹൈലോ ലോവർ ഹൈ ലോവറിലോ അല്ലെങ്കിൽ ഈ ട്രെയിൽ ലൈൻ വരയ്ക്കാനൊക്കെ സിമ്പിളായിട്ട് പറ്റും. അതാണ് ഇവിടെ ഒരു ഹൈ വെച്ചു, അവസാനത്തെ ഹൈ ഇവിടെയായിരുന്നു. അപ്പോൾ ഈ ഹൈക്ക് മേളിൽ പുതിയൊരു ഹൈ വെച്ച്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൂടുക. ഓക്കെ, അപ്പം 2 പോയിന്റ് കിട്ടിയപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അവിടെ നിന്നും മാർക്കറ്റ് തിരിയാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 2 മൂന്നാമത്തെ പോയിന്റ് ഇവിടെ നിന്ന് തിരിയാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം 25-ാം തീയതി എന്താ സംഭവിച്ചത്? ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ തന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് പോയിട്ട് അവിടുന്ന് നേരെ താഴത്തേക്ക് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൽ ലൈനെ മാർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ചാർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഇതിങ്ങനെ ട്രെൻഡായിട്ട് വരികയാണ്. ഇപ്പം ഇത് തന്നെ നോക്കുക, 1 അവർ തന്നെ മേളിൽ ഇവിടെ ഒരു ഹൈ, താഴെ വന്നു, തിരിച്ച് കയറാൻ നോക്കിയപ്പോൾ ഇവിടം വരെ ഹൈ പോയുള്ളൂ, താഴെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്താൽ ഈ ഒരു പോയിന്റും ആ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, മൂന്നാമത്തെ പോയിന്റ് എക്സാക്റ്റ് അവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്താണെങ്കിൽ ട്രെയിൽ ലൈൻ വരച്ചിട്ട് ട്രേഡുകൾ എടുക്കാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടക്കത്തിൽ പെയിനെ ചെയ്യാൻ പറ്റും എന്തായാലും. അപ്പം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആക്കുക, ചെയ്ത് പല ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റിൽ നോക്കാം. ഇന്നലെയും ട്രെൻഡായിട്ടൊക്കെയാണ് നിഫ്റ്റി താഴോട്ട് വന്നത്, മേളിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. ഇപ്പോൾ ഇങ്ങനെ ചാർട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോ വെച്ച്, എന്നിട്ട് അടുത്ത ലോ വെച്ചത് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ലോ വെച്ചു,
ഇവിടെ ഇത്രയും നേരം സൈഡ് വൈസ് ആയിട്ട് താഴെ വന്നിട്ട് ഇവിടെ ഒരു ലോ വെച്ച് തിരിച്ച് കയറാൻ നോക്കി ഈ ഹൈക്ക് മേളിൽ പോയില്ല, വീണ്ടും താഴത്തോട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റ്, നമുക്ക് ഈ ഒരു 2 പോയിൻറ്റാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു 2 പോയിൻറ്റ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് വിടുക. ഓക്കെ, ഈ ഒരു 2 പോയിൻറ്റ് തമ്മിൽ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ക്ലോസിങ് റേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ക്ലോസിങ് റേഞ്ചൊക്കെ മാർക്കറ്റിൽ എപ്പോഴും സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ കൺഫർമേഷനൊക്കെ എടുക്കാൻ പറ്റും. എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്, അതുപോലെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. 1 പോയിൻറ്റ് 2 പോയിൻറ്റ്, എന്തായി മൂന്നാമത്തെ പോയിൻറ്റ് ഇവിടെ നിന്നും സൂപ്പർ ഒരു എൻട്രി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസവും എന്താ സംഭവിച്ചത്, താഴത്തോട്ട് വന്നെങ്കിലും ആ ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ട് മേപ്പോട്ട് കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാൻ പറ്റാതെ വീണ്ടും താഴത്ത് വന്നു. കാരണം അവസാനത്തെ ലോയിനെ അവിടെ കട്ട് ചെയ്തു, ഒരു എം പാറ്റേൺ ആയിരുന്നു, അതിനെ കട്ട് ചെയ്തത് കൊണ്ടാണ് അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചത്. അപ്പോൾ വീണ്ടും അതേ ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് തിരിയാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ താഴത്തോട്ട് വരുമ്പോൾ എവിടുന്ന് റിവേഴ്സ് ആകാം എന്നും നമുക്ക് ഈ ട്രെൻഡ് ലൈൻ കാണിച്ചു തരും. ട്രെൻഡ് ലൈൻ കൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്, എവിടുന്ന് റിവേഴ്സ് ആകാം. ഇപ്പോൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കാം. ചെറിയ സ്കാൾപ്പിൻ്റെ ഇതിൽ ട്രേഡ് നോക്കുക, അത്രയേ ഉള്ളൂ. മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമ്മളെന്താണ്, താഴോട്ട് വരുമ്പം പ്രോപ്പറായിട്ട് നമ്മൾ താഴോട്ടുള്ള ട്രേഡായിരിക്കും നോക്കുന്നത്. പക്ഷേ ഇങ്ങനെ ട്രെൻഡായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടിൽ നിന്നും ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കാൾപ്പിൻ്റെ ഇതിൽ ചെറിയ പ്രോഫിറ്റുകൾ പിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു 2 പോയിൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇന്നലെ 17-ാം തീയതിയിലെ ദിവസം നോക്കുക, മാർക്കറ്റ് ഇവിടെ നിന്ന് ഗ്യാപ്പ് അപ്പായിട്ട് മേളിൽ പോയി, ഒരു ലോ വന്നു, തിരിച്ച് വീണ്ടും അതിൻ്റെ മേളിൽ ഒരു ഹൈ വെച്ചു. അപ്പം തൊട്ട് താഴത്തെ ലോ അവിടെ കൺഫേമായി. തിരിച്ച് താഴത്ത് വന്നപ്പോൾ തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് വരാതെയാണ് മാർക്കറ്റ് പോയത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് വരാതെ പോകുമ്പോൾ ഈ ഒരു ലോയും തൊട്ട് മുമ്പുള്ള ഈ ഒരു ലോയും കൂടെ തമ്മിൽ കണക്ട് ചെയ്ത് അങ്ങ് വിടുക. ഓക്കെ, ചില സമയത്ത് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടി വരും, ചില സമയത്ത് അത് പിന്നീടുള്ള മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുക. അത് നമ്മൾ വരച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കോളൂ അത്. ഓക്കെ, ഇതൊരു പാറ്റേൺ ആയിട്ടാണ് ഇന്നലെ നിന്നിരുന്നത്. കാരണം മേളിൽ റെസിസ്റ്റൻസ് എടുത്ത് നിന്നു, ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ നിന്നതാണ്. മേളിൽ റെസിസ്റ്റൻസ് എടുത്ത് നിന്നു, താഴെ നിന്ന് ഇങ്ങനെ ട്രെൻഡായിട്ട് പോയി. അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ താഴത്തെ എക്സാക്റ്റ് ആ എക്സ്ട്രീം 5 മിനിറ്റ് സപ്പോർട്ടിൽ വന്നു, എന്നിട്ടാണ് തിരിച്ച് മേളിൽ പോയത്. ഓക്കെ, ഇതേ കണക്കുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈയും കൂടെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ട്രെൻഡ് ലൈൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സ്കാൽപ്പിംഗ് ട്രേഡുകൾ ചെയ്യാം, അല്ലെങ്കിൽ നല്ല മൊമെൻ്റം ട്രേഡുകൾ ചെയ്യാം, ഫേക്ക് ട്രേഡുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, മാർക്ക് ചെയ്ത്. അപ്പം ഈ ട്രെൻഡ് ലൈൻ്റെ കാര്യം ഒന്നും കൂടെ ഞാൻ പറയാം. ബേസിക്കായിട്ട് ട്രെൻഡ് ലൈനെ തൊട്ടിട്ട് പോവാം, ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് പോകാം, ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ട് പോകാം. നമുക്ക് 2 പോയിൻറ്റ് കിട്ടിയാൽ മതി, അത് തമ്മിൽ കണക്ട് ചെയ്ത് വിട്ടുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചാർട്ടിൽ, ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് നമുക്ക് എടുക്കാം. ഇതാ XAUUSD, ആ ഒരു ചാർട്ടിലും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഇതെല്ലാം കൂടെ വെച്ചിട്ടൊക്കെ നടക്കുന്ന ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിന് മുമ്പേ സ്റ്റഡി ചെയ്തിട്ടിരുന്ന ഒരു ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നടന്നിട്ടുള്ള കാര്യം എന്താണ്, മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, അത് തന്നെ സ്റ്റഡി, അത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരുപാട് എളുപ്പമാകും. ട്രെൻഡ് ലൈനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, താഴെ ഇവിടം വരെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, എന്തായി, പുതിയ ലോ വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു ഒരു നല്ലൊരു ലോ. അപ്പോൾ ആ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വന്നപ്പോൾ എന്തായി, നമുക്ക് ഹൊറിസോണ്ടലായിട്ട് അവിടെ സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മേളിൽ നിന്ന് ട്രെൻഡായിട്ട് വരുമ്പം നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട്, ഓക്കെ, ട്രെൻഡ് ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട്
2 പോയിന്റ് നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ബൈ ട്രേഡ് എടുക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുമെന്ന് വെച്ചാൽ മേളിൽ നിന്നപ്പോൾ ഈ ലോ കട്ട് ചെയ്തപ്പോൾ ആ ഒരു 2 പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ട്രേഡ് എടുത്തൂടെ, ഇവിടുന്നൊരു ബൈ ട്രേഡ് എടുത്തൂടെ. ഓക്കെ, ഇത് SL വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്രകാരം നമുക്ക് കൂടുതലും പ്രോഫിറ്റേ വരൂ. ഇടയ്ക്ക് SL വന്നാലും ഒരു കുഴപ്പമില്ല. ആ SL വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത അവസരം വരുമ്പോൾ അടുത്ത ട്രേഡ് എടുക്കുക. ആ SL ഒക്കെ സിമ്പിളായിട്ട് റിക്കവർ ആയിക്കോളും. ഓക്കെ, പിന്നെ പ്രോപ്പറായിട്ട് നല്ലൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. നല്ലൊരു സ്റ്റഡി മെത്തേഡ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കാനായിട്ട് നിൽക്കുക. അല്ലാതെ എനിക്ക് ഇന്ന് നല്ല വലിയ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ നാളെ പൈസ ഉണ്ടാക്കണം, അത് പറ്റുന്ന കാര്യമല്ല. പ്രോപ്പറായിട്ടൊരു സ്റ്റഡി മെത്തേഡിൽ ഒരു എൻട്രി സെറ്റപ്പിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ക്യാപിറ്റൽ ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, വലിയ ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റിലേക്കൊക്കെ നമുക്ക് എയിം ചെയ്യാവൂ. അത് തുടക്കത്തിൽ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് സ്റ്റഡി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ നോക്കിയത് ഈ ട്രെൻഡ് ലൈൻ എങ്ങനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാം എന്നതാണ്. അപ്പം ഈ ഗോൾഡിനകത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും താഴെ നിന്ന് നോക്കുമ്പോൾ ട്രെൻഡായിട്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, താഴെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ വന്നിട്ട് കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയിൽ വന്നില്ല, തിരിച്ച് കയറാൻ നോക്കി. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലോയും തമ്മിലായിരിക്കും. അപ്പം മേപ്പോട്ട് പോകുമ്പം അത് ടച്ച് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വരയ്ക്കുക. ഓക്കെ, ടച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ട്രെൻഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് ഇട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്തുനിന്ന് പോകാം, ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് പോകാം. നമുക്ക് ആ ഒരു വ്യൂ കിട്ടിയാൽ മതി. മാർക്കറ്റ് മുകളിലോട്ടാണോ പോണേ, മാർക്കറ്റ് താഴത്തോട്ടാണോ വരുന്നത്. അപ്പം മേളിലോട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തു. മൂന്നാമത്തെ പോയിന്റ് ഇവിടുന്ന്, നാലാമത്തെ പോയിന്റ് ഇവിടെ വന്ന് വീണ്ടും, അഞ്ചാമത്തെ പോയിന്റ് ആ ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, ഇങ്ങനെ മുകളിൽ നിന്നും എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാവോ അതേ രീതിയിലൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൈയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെയും പ്രോപ്പറായിട്ട് നല്ല ട്രെൻഡായിട്ട് തന്നെ പോയെ. ഇതിങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളി ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, 2 പോയിന്റ് കിട്ടി. മൂന്നാമത്തെ പോയിന്റ് ഇവിടുന്ന് തിരിയാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം. നാലാമത്തെ പോയിന്റ് ഇവിടുന്ന് തിരിയാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. നിങ്ങളിത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണുക ഈ വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിപ്പിക്കുക. ഓക്കെ, ഇനിയും ഇതിൽ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിപ്പിക്കുക. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം കാണാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ.